അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടർച്ചയിൽ പറയുന്ന ഒരു വിഷയം, സൂറത്ത് യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ വിശ്വാസ കാര്യങ്ങളെ പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അതിലേതാനും കാര്യങ്ങൾ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഈ ആയത്തിൽ ഇപ്പോൾ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത ഒരു വിഷയം, വനക്തുബു മാ ഖദ്ദമു രണ്ടാമത്തെ വിഷയം, വആസാറഹും മൂന്നാമത്തെ വിഷയം, വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. 4 വിഷയങ്ങൾ അതിൽ പറയുന്നത്. എന്താ ഇതിൽ പറയുന്നത്? അള്ളാഹു ഇന്ന തീർച്ചയായും നാം, അള്ളാഹു പറയുന്നത് നഹ്നു നാം, അത് അള്ളാഹു തന്നെ ഉറപ്പിക്കുകയാണ്. ഇന്ന നഹ്നു തീർച്ചയായും നാം തന്നെ, നുഹ്യിൽ മൗത. നുഹ്യിൽ മൗത എന്താ? അൽ മൗത എന്ന് പറഞ്ഞാൽ മരിച്ചവർ. നുഹ്യി നാം ജീവിപ്പിക്കും, അൽ മൗത മരിച്ചവരെ, മരണപ്പെട്ടവരെ നുഹ്യി നാം ജീവിപ്പിക്കും. ഇന്ന നഹ്നു അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീർപ്പാക്കി പറയാൻ കാരണം, ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കുന്നവരായിരുന്നില്ല ഈ ആയത്ത് കൊണ്ടുള്ള പ്രഥമ അഭിസംബോധിതർ, മക്കയിലെ ബഹുദൈവവിശ്വാസികൾ. അവർ ഒരിക്കലും പരലോക വിശ്വാസം, പുനർജന്മം, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനെ സമ്മതിക്കുമായിരുന്നില്ല. അതിനെ അവർ കളവാക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഇനി ഞങ്ങളൊരു പുതിയ സൃഷ്ടികളായിട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് അവരുടെ ചോദ്യമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ നാം ജീവിപ്പിക്കും. മറ്റൊരു വിഷയത്തിൽ പറയുന്നത്, വനക്തുബു നാം രേഖപ്പെടുത്തും, മാ ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തത്, മാ ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തത് നാം രേഖപ്പെടുത്തും. വആസാറഹും അവർ വിട്ടേച്ചത് അല്ലെങ്കിൽ അവരുടെ ആസാർ, അവർ ശേഷിപ്പിച്ചത് ആസാറഹും അവരുടെ ശേഷിപ്പുകൾ, അതും നാം എഴുതും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു, വകുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, എല്ലാ വസ്തുക്കളും, എല്ലാ കാര്യവും, അഹ്സൈനാഹു നാം അതിനെ ഇഹ്സാ ചെയ്തിരിക്കുന്നു. അഹ്സാ എന്നുള്ളത് ഇഹ്സായിൽ നിന്നാണ്. ഇഹ്സാ ചെയ്തിരിക്കുന്നു, അഹ്സൈനാഹു അതിനെ നാം ഇഹ്സാ ചെയ്തിരിക്കുന്നു. ഫീ ഇമാമിൻ മുബീൻ. ഇവിടെ ഇമാമിൻ മുബീൻ എന്നുണ്ടെങ്കിൽ കിതാബ് മുബീൻ എന്നുള്ളതാണ്, ലൗഹുൽ മഹ്ഫൂദാണ് ഉദ്ദേശം. ഫീ ഇമാമിൻ മുബീൻ. അഹ്സാഹുല്ലാഹ് വനസൂഹു എന്ന് ഖുർആനിൽ കാണാം, സൂറത്ത് മുജാദിലയിൽ. അഹ്സാഹുല്ലാഹ് വനസൂഹു. എന്താ ഈ അഹ്സാഹുല്ലാഹ്? അഹ്സാ എന്നുള്ളത് ഇതാണ്. അഹ്സ എന്ന് പറഞ്ഞാൽ എണ്ണ എന്ന് മാത്രമല്ല, പിന്നെയോ കൃത്യമായി എണ്ണുക എന്നാണ്, ക്ലിപ്തി നിർണ്ണയം നടത്തുക എന്നുള്ളതാണ്. ഇഹ്സാഇയാത്ത് എന്ന് പറയും. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനൊക്കെ പറയില്ല, സ്റ്റാറ്റിസ്റ്റിക്സിന് ഇഹ്സാഇയാത്ത് എന്ന് പറയും. കേവലം എണ്ണൽ മാത്രമല്ല, പിന്നെയോ എണ്ണും എഴുതും, കൃത്യമായിട്ടത് കോളങ്ങളിലാക്കി തിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആളുകളുടെ പ്രവൃത്തികളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഹ്സാഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി ക്ലിപ്തി നിർണ്ണയം നടത്തി രേഖപ്പെടുത്തി. വനസുഹു ആളുകളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മറന്നുപോയിട്ട്, ആളുകൾ മറന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതാണ് ഇഹ്സാഇൻ്റെ പ്രത്യേകത. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, ഇന്ന ലില്ലാഹി തിസ്അതൻ വതിസ്ഈന ഇസ്മ മിഅ ഇല്ലാ വാഹിദ ഫമൻ അഹ്സാഹാ ദഖലൽ ജന്നത. അള്ളാഹ്ക്ക് 99 പേരുകൾ. ഫമൻ അഹ്സാഹ അതിനെ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ എന്താ, കേവലം പേരെണ്ണ എന്നുള്ളതല്ല. ഇഹ്സാ ആകുമ്പോൾ എണ്ണുന്നതിനേക്കാൾ എന്തുണ്ട്, അതിൻ്റെ ആശയവൈപുല്യമുണ്ട്. അതിന് നമ്മൾ ശരിക്കും വായിക്കണം, അതിൻ്റെ ആശയം നമ്മൾ അറിയണം, അത് നമ്മൾ മനപ്പാടാക്കണം. പിന്നെ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതൊക്കെയാണ് ഈ ഇഹ്സായിൽ വരിക. അങ്ങനെ ആകുമ്പോഴാണ് സ്വർഗ്ഗപ്രവേശനം എന്ന് പറഞ്ഞത്. അള്ളാഹ്ക്ക് 99 നാമേ ഉള്ളൂ എന്നല്ല, പിന്നെ നാമങ്ങളിൽ 99 എണ്ണത്തിന് ഒരാൾ ഇഹ്സാ ചെയ്താൽ എന്നാണ് അവിടെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും, ആളുകൾ കാലയെക്കൂട്ടി ചെയ്തതിനെയും ആളുകൾ ശേഷിപ്പിച്ചതിനെയും ഒക്കെ ഇഹ്സാ ചെയ്തിരിക്കുന്നു. ഫി ഇമാമിൻ മുബീൻ, കൃത്യമായ ഒരു ഇമാമിൽ, രേഖയിൽ എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്.